പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസൈൻ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പാർട്ടാണ്. ഗ്രാഫിക് ഡിസൈനിങ് സ്റ്റുഡൻസ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കുന്ന കോഴ്സാണ്. നമ്മൾ അക്കാദമി മാത്രമാണെന്ന് തോന്നുന്നു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസൈനിൽ ഡിപ്പാർട്ട്മെൻറ്റ് കവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. സോ ഒരിക്കലും മിസ്സാതിരിക്കുക. കുറച്ച് ലോങ് കോഴ്സാണ്. നമ്മളിപ്പോൾ AI ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റോറികൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ AI ബേസ്ഡ് മിഡ് ജേണി, ലിയനാർഡോ, ചാറ്റ് GPT, ഗ്രോക്ക്, ഡീപ് സീക്ക് അങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഡിസൈനേഴ്സിന് വരുന്ന ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മളങ്ങനെ കവർ ചെയ്യുന്നതാണ്. സോ ഫുള്ളി ഫോക്കസ് ചെയ്യുക. തിയറി പാർട്ടാണ്, മിസ്സാവാതിരിക്കുക. ഒരു പാർട്ട് പോലും സ്കിപ്പ് ചെയ്യാതിരിക്കാം. അപ്പം ഫസ്റ്റ് നമ്മൾ എന്താണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കുക. പ്രോംപ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ചാറ്റ് GPT പോലുള്ള മോഡൽ, ചാറ്റ് GPT നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചാറ്റ് GPT എന്ന് പറഞ്ഞിട്ടുള്ള AI മോഡലിന് നമ്മളൊരു കാര്യം ടൈപ്പ് ചെയ്യുന്നു. ഇപ്പോൾ 2x2 എത്രയാണെന്ന് ചോദിക്കുന്നത് ചാറ്റ് GPT. അപ്പോൾ ചാറ്റ് GPT ഉത്തരം എന്തായിരിക്കും? 4 എന്നായിരിക്കും ഉത്തരം. അപ്പോൾ നമ്മൾ ആ ചോദ്യം ചോദിച്ചല്ലോ, അതൊരു ടെക്സ്റ്റാണ്. നമ്മൾ ചോദിക്കുന്നത് 2x2 എത്രയാണെന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റ് കൊടുക്കാനുള്ള ഒരു ഐഡിയ എന്ന് വെച്ചാൽ അത് എത്രത്തോളം നല്ലതായിട്ട് കൊടുത്താലാണ് ഇതിൻ്റെ ഉത്തരം വൃത്തിയായിട്ട് കിട്ടുന്നത്, അത് കൊടുക്കാനുള്ള ഐഡിയ, ആ ടെക്സ്റ്റ് എത്രത്തോളം ബെറ്ററാക്കി കൊടുക്കാനുള്ള ഐഡിയ ആണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഒന്ന് തിയറി പാർട്ടായിട്ട് നമുക്കൊന്ന് കവർ ചെയ്യാം. ഫസ്റ്റ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ക്രാഫ്റ്റിംഗ് ആൻഡ് റിഫൈനിങ് ടെക്സ്റ്റ് ബേസ്ഡ് ഇൻപുട്ട് ടു ഗൈഡ് AI മോഡൽ. അത് ഏത് മോഡലാണ്? ടു ഗൈഡ് AI മോഡൽ. ചാറ്റ് GPT, ഡീപ് സീക്കോ എന്തുമാകും. AI മോഡൽ ഇൻ ജനറേറ്റിംഗ് ദ മോസ്റ്റ് റെലവൻറ്റ് ആൻഡ് ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട്. ഗ്രാഫിക് ഡിസൈനേഴ്സിന് വരുമ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫോട്ടോയോ ഇമേജോ പോസ്റ്ററോ ആവാം. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ വേറെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ചാറ്റ് GPT നമുക്ക് ഡോക്യുമെൻറ്റ്സ്, റിസ്യൂംസ് ഇതെല്ലാം നമുക്ക് ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഫോട്ടോ ബേസ്ഡ് ആയിട്ട് നമുക്ക് വേണമെന്നുള്ളതിനും ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി. എന്താണ് ഈ തിയറി പാർട്ടിൻ്റെ കോൺസെപ്റ്റ്? ഇത്രയേ ഉള്ളൂ. മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. നമുക്ക് വേണ്ടുന്ന ഔട്ട്പുട്ടുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു AI മോഡലിന് കൊടുക്കുന്ന ടെക്സ്റ്റുകൾ, അതിനെയാണ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അത് എത്രത്തോളം ബെറ്ററാക്കി കൊടുക്കാൻ പറ്റുമോ അതിനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് മനസ്സിലായില്ല, മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ മനസ്സിലാവും. ഫസ്റ്റ്, എന്തുകൊണ്ടാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസൈനേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം, ഫസ്റ്റ് ഫോക്കസ് ചെയ്യാം ജനറേറ്റിംഗ് ഹൈ ക്വാളിറ്റി ഇമേജസ്, നല്ല ക്വാളിറ്റിയുള്ള ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത്, അത് ആൾറെഡി നിങ്ങൾക്കറിയാം. രണ്ട്, ക്രിയേറ്റിംഗ് യൂണീക്ക് കസ്റ്റമൈസ്ഡ് വിഷ്വൽ കോണ്ടന്റ് എഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ വളരെ യൂണീക്ക് ആയിരിക്കും, കോപ്പി റൈറ്റോ കാര്യങ്ങളോ ഒന്നും വരാത്ത ഇമേജസ് ആയിരിക്കും കൂടുതലായിട്ടും മിഡ് ജേണിലൊക്കെ വരുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം എവിടെയും ഇല്ലാത്ത നമ്മൾ സ്വപ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് യൂണീക്ക് ഡിസൈൻസ് നമുക്ക് AI മോഡൽസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. മൂന്ന് വെച്ചാൽ സ്പീഡിങ് അപ്പ് പ്രോസസ്. നമ്മളുടെ ഫീൽഡ് നമ്മളൊരിക്കലും ഔട്ട് ആവുകയല്ല ചെയ്യുന്നത്, നമ്മുടെ ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡ് ഏറ്റവും കൂടുതൽ സ്പീഡപ്പ് ആക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് എളുപ്പമാണ് ഇങ്ങനെയുള്ള ടൂളുകൾ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ വെച്ചാൽ എൻഹാൻസിങ് ക്രിയേറ്റിവിറ്റി. നമ്മുടെ ക്രിയേറ്റിവിറ്റി മാക്സിമം അതിൻ്റെ ലെവൽ ഏറ്റവും കൂടുതൽ അൾട്ടിമേറ്റ് ലെവലിലേക്ക് പോകും. ലാസ്റ്റ് എന്ന് വെച്ചാൽ ഓട്ടോമേറ്റിംഗ് റെപ്പറ്റേറ്റീവ് ഡിസൈൻ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുപ്പിച്ച് ഒരേ ഡിസൈൻസിലുള്ള പോസ്റ്റേഴ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ഇതേപോലുള്ള AI ടൂൾസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഇത്രയുള്ള കോൺസെപ്റ്റ് നമ്മൾ ഡിസൈനേഴ്സായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനേഴ്സായിട്ടുള്ള സ്റ്റുഡൻസിനും അവരുടെ സ്റ്റുഡൻസോ വർക്കേഴ്സിനും അവരുടെ വർക്കിംഗ് പ്രോസസ്സ് സ്പീഡപ്പ് ആക്കും. ഇത്രയുള്ള അതിൻ്റെ കോൺസെപ്റ്റ്. അതുകൊണ്ടാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഡിസൈനേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കും. തിയറി പാർട്ടാണ്. നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി, ഡസ് ചാറ്റ് GPT നീഡ് ടു ടൈപ്പ് പ്രോപ്പർ ഇംഗ്ലീഷ് ഇൻ ഗ്രാമർ എന്ന് വെച്ചാൽ നിങ്ങൾ ശരിക്കുമുള്ള ഗ്രാമറും ഇംഗ്ലീഷും കൃത്യമായിട്ട് അറിയണോ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ചാറ്റ് GPT ഒക്കെ യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി? അതിൻ്റെ ആവശ്യമില്ല. ഒരു ബേസിക് ഒരു ഔട്ട്ലൈൻ അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഒരു ബേസിക് ഒരു ഔട്ട്ലൈൻ, ഒരു ബോയ് ജമ്പിങ് എ കാർ, ബോയ് ജമ്പിങ് ടു എ വെല്ലെന്നോ അല്ലെങ്കിൽ ബോയ് ജമ്പിങ് ടു എ പോർട്ടും, അങ്ങനെ എന്തെങ്കിലും ഒരു ബേസിക് ആയിട്ടൊരു ഔട്ട്ലൈൻ അറിഞ്ഞാൽ മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ഔട്ട്ലൈൻ ചാറ്റ് GPT ആയിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ചാറ്റ് GPTക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ ഉദ്ദേശം എന്നുള്ളത്. അത് സ്പെല്ലിംഗ് തെറ്റ് ഉണ്ടെങ്കിലും ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും ചാറ്റ് GPTക്ക് അതിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാവും. അത് മനസ്സിലാക്കിയിട്ട് ചാറ്റ് GPT നമ്മൾ ചോദിക്കും നിങ്ങൾ ഉദ്ദേശിച്ച് ഇതാണോ എന്ന് ഇങ്ങോട്ട് ചോദിക്കും. അത് യെസ് എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരം നമുക്ക് കിട്ടും. സോ നമുക്ക് ഗ്രാമറോ കാര്യങ്ങളോ എന്തെങ്കിലും അറിയത്തില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. നമ്മളുടെ ഒരു കോൺസെപ്റ്റ് ബേസിക്കായിട്ട് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. സോ ഇംഗ്ലീഷും ഗ്രാമറും മസ്റ്റ് അല്ല, പക്ഷേ അതറിഞ്ഞിരുന്ന ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതറിഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. അതിൻ്റെ ബേസിക് ഔട്ട്ലൈൻ അറിഞ്ഞാൽ മതി. സോ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ്, ഹൗ ഡസ് ചാറ്റ് GPT വർക്ക്? ചാറ്റ് GPT ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ടോട്ടലി എങ്ങനെ വർക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പഠിക്കാം. ചാറ്റ് GPTയോ ഡീപ് സീക്കോ ഗ്രോക്കോ എല്ലാം AI ജനറേറ്റഡ് ആയിട്ടുള്ള ടൂൾസും എങ്ങനെ വർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എളുപ്പമാണ്, തിയറി പാർട്ടാണ്, പക്ഷേ എളുപ്പമാണ്. I have 5 mango. ഞാൻ ജസ്റ്റ് ചാറ്റ് GPTയോട് ചോദിക്കുന്നു I have 5 mango. ഇതൊരു ചോദ്യമല്ല, ജസ്റ്റ് നോർമൽ ഒരു ക്യാപ്ഷനാണ്. I have 5 mango. എന്താണ്? എൻ്റെ കയ്യിൽ 5 മാങ്ങ ഉണ്ടെന്ന് ഞാൻ ചാറ്റ് GPTയോട് പറഞ്ഞു. അപ്പോൾ ചാറ്റ് GPT തരുന്ന ഉത്തരം ഇങ്ങനെയാണ്. ഓക്കെ, what are you planning to do with them? Eat them or make smoothie or something else? മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്താണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്? അത് കഴിക്കാൻ പോകണോ അതോ നിങ്ങൾ എന്തെങ്കിലും ജ്യൂസ് അടിക്കാൻ പോകണോ? എങ്ങനെയാണെന്ന് എന്താണ് നിങ്ങളുടെ പ്ലാൻ എന്നുള്ളത് ചാറ്റ് GPT നമ്മുടെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ ചോദ്യം ചാറ്റ് GPT നമ്മുടെ ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഈ 5 മാങ്ങ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് ചാറ്റ് GPTയുടെ തലച്ചോറി സേവ് ചെയ്തേം വെക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കും. നമ്മൾ 5 മാങ്ങ ഉണ്ടെന്ന് പറയുമ്പോൾ ചാറ്റ് GPT പറയുമ്പോൾ ചാറ്റ് GPT ഉത്തരം തരുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞ കാര്യം ചാറ്റ് GPTയുടെ തലച്ചോറി സേവ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നീട് അടുത്ത ചോദ്യം ചോദിക്കുമ്പോൾ ഇത് റെഫറൻസ് വെച്ചിട്ടായിരിക്കും ഉത്തരം നമുക്ക് തരുന്നത്. ഫോർ എക്സാമ്പിൾ, രണ്ടാമത് നമ്മളൊരു ചോദ്യം ചോദിക്കുന്നു. I offered my friend 2 mangoes. How many do I have in my hand? ഞാൻ 2 മാങ്ങ എൻ്റെ ഫ്രണ്ട്സിന് കൊടുത്തു, ബാക്കി ഇനി എൻ്റെ കയ്യിൽ എത്ര ഉണ്ട്? കാരണം 5 മാങ്ങ ആൾറെഡി നമ്മുടെ കയ്യിലുണ്ടെന്നുള്ള കാര്യം ചാറ്റ് GPTയുടെ തലച്ചോറിലുണ്ട്.
അപ്പം നമ്മളിപ്പോൾ ആ രണ്ടാമത് ഇങ്ങനെ പറയുന്നില്ല, എൻ്റെ കയ്യിൽ 5 മാങ്ങ ഉണ്ട്, അതിൽ 2 ഞാൻ ഫ്രണ്ടിന് കൊടുത്തു എന്ന് പറയുന്നില്ല. പകരം ഇങ്ങനെയാണ് പറഞ്ഞത്, ജസ്റ്റ് ഡയറക്റ്റ്ലി പറഞ്ഞു എൻ്റെ ഫ്രണ്ടിന് ഞാൻ 2 മാങ്ങ കൊടുത്തു, ഇനി എൻ്റെ കയ്യിൽ എത്ര മാങ്ങ ഉണ്ട്. അപ്പോൾ ആൾറെഡി ChatGPTയുടെ തലച്ചോറി 5 മാങ്ങ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. സോ അതിൻ്റെ ഉത്തരം ChatGPT നമുക്ക് തരികയാണ്. യു ഒറിജിനലി ഹാഡ് 5 മാംഗോസ് ഇഫ് യു ഓഫേർഡ് യുവർ ഫ്രണ്ട് 2 ബട്ട് ഹാവൻ ഗിവൺ ദം യെറ്റ്. എന്ന് വെച്ചാൽ നിങ്ങൾ മാങ്ങ കൊടുത്തെന്ന് പറയുന്നു, പക്ഷേ നിങ്ങൾ ഇതുവരെ കൊടുത്തില്ല. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴും 5 ഉണ്ട്. അത് ChatGPT ജസ്റ്റ് നമ്മളൊരു ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചാണ്. വെച്ചാൽ ഇപ്പോൾ ഗ്രോക്ക് പോലുള്ള ഇപ്പോൾ എലോൺ മസ്കിൻ്റെ ChatGPT പ്രോഗ്രാമില്ല, അത് സംസാരിക്കുന്ന ഈ ഒരു രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ChatGPTയും അതേപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. സെക്കൻഡ് അതിന് ശരിക്കുമുള്ള ആൻസർ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇഫ് യു ആക്ച്വലി ഗേവ് ദം 2, നിങ്ങൾ ശരിക്കും 2 കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 3 ഉണ്ട്. 3 ബാലൻസ് ഉണ്ടെന്നുള്ള കാര്യം എങ്ങനെ ChatGPT മനസ്സിലായി? കാരണം 5 ആൾറെഡി ഉണ്ടെന്നുള്ള കാര്യം ChatGPTയോട് നമ്മൾ ആദ്യം പറഞ്ഞു കൊടുത്തിരുന്നു. അത് ChatGPTയുടെ തലച്ചോറി കിടപ്പുണ്ട്. മനസ്സിലായോ? ഇനി നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മളുടെ കയ്യിൽ 2 മാങ്ങ ഉള്ള 3 മാങ്ങ ഉള്ളെന്നുള്ള കാര്യം ChatGPTക്ക് അറിയാം. കാരണം അതും ChatGPTയുടെ മനസ്സിൽ സേവ് ചെയ്ത് വെച്ചേക്കും. സോ ഇങ്ങനെയാണ് ChatGPT വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം കൊടുക്കുന്നു, അത് ChatGPT തലച്ചോറ് സേവ് ചെയ്യുന്നു, അത് തലച്ചോറിൽ അവിടെ തന്നെ കാണും. ഇനി അതല്ല, നമുക്കൊന്നുകൂടെ പുതിയൊരു ചാറ്റ് സ്റ്റാർട്ട് ചെയ്യണം, എന്നാൽ നമുക്ക് ഒരു മെമ്മറി എല്ലാം തുടച്ച് മാറ്റിയിട്ട് ഒന്നേന്ന് പുതിയൊരു ചാറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട് ന്യൂ ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ വീണ്ടും പുതിയ കഥകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. സോ നിങ്ങൾക്ക് ChatGPT വർക്ക് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. കൊടുക്കുന്ന പ്രോംപ്റ്റ് അത് സേവ് ചെയ്ത് പിന്നെ അതിൻ്റെ ആൻസർ, അങ്ങനെയാണ് അതിൻ്റെ കോൺസെപ്റ്റ് വരുന്നത്. ഇനി നമുക്കൊരു ബേസിക് പ്രോംപ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം. നീഡ് ആൻ ഇന്ത്യൻ വുമൺ ഫോട്ടോ. ജസ്റ്റ് ഒരു ഇന്ത്യൻ വുമൻ്റെ ഒരു സാധാ ഫോട്ടോ, ഒരു നോർമൽ ഒരു നമ്മളൊരു ഇന്ത്യൻ ലേഡി, ഒരു ഇന്ത്യൻ ലേഡി ചുമ്മാ നിൽക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്ത് നീഡ് ഇന്ത്യൻ വുമൺ ഫോട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ഫോട്ടോ കിട്ടും. ഇത് നോക്കി, അടിപൊളി. സോറി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഒരു അടിപൊളി ഫോട്ടോ നമുക്ക് കിട്ടി അല്ലേ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഇന്ത്യൻ വുമൺ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള ഉത്തരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത് ChatGPT അല്ല. ഇതിൻ്റെ ടൂള് നിങ്ങൾക്ക് ഞാൻ തൊട്ട് താഴെ സ്റ്റുഡൻസിന് വേണ്ടി ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ടൂള് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഉള്ള വേർഷൻ അടുത്ത എക്സസൈസ് നമ്മൾ കവർ ചെയ്യും. സോ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ജസ്റ്റ് ഒരു ഇന്ത്യൻ വുമൺ എന്നുള്ള പ്രോംപ്റ്റ് മാത്രമേ കൊടുത്തുള്ളൂ. പക്ഷേ നമ്മൾ അടുത്തൊരു പ്രോംപ്റ്റ് കൂടെ കൊടുക്കുകയാണ്. നമ്മൾ അടുത്ത പ്രോംപ്റ്റ് എന്താണ് കൊടുക്കുന്നത്? കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നീഡ് ഇന്ത്യൻ വുമൺ ഫോട്ടോ, ഒരു കോമ ഇടുക. ഇത്ര നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാമല്ലോ. നീഡ് ഇന്ത്യൻ വുമൺ ഫോട്ടോ, എനിക്കൊരു ഇന്ത്യൻ വുമൻ്റെ ഫോട്ടോ വേണം, ഒരു കോമ ഇടുക. എന്തൊക്കെ രീതിയിൽ അവരുടെ പ്രിഫറൻസിന് ഡിസ്ക്രിപ്ഷനൊക്കെ നമുക്ക് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ബ്ലൂ ഡ്രസ്സ്, ഇത്ര നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാമല്ലോ, എളുപ്പമല്ലേ. ബ്ലൂ ഡ്രസ്സ് വേണം, ലേഡിക്ക് ബ്ലൂ ഡ്രസ്സ് വേണം. സിറ്റിംഗ് ഇൻ എ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ഓൾഡ് ഹൗസ്. നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് ടൈപ്പ് ചെയ്യരുത്, അല്ലെങ്കിൽ സിറ്റിംഗ് ഇൻ ഓൾഡ് ഹൗസ് എന്ന് ഇട്ടാലും മതി. മനസ്സിലായോ? ചെയർ വേണമെന്നുണ്ട്, സിറ്റിംഗ് ഇൻ ചെയർ ഇൻ ഫ്രണ്ട് ഓഫ് ഓൾഡ് ഹൗസ്. എന്ന് പഴയ വീട്ടിലിരിക്കുന്ന ഒരു ബ്ലൂ ഡ്രസ്സ് ഇട്ട ഒരു ലേഡിയുടെ ഫോട്ടോയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ നോക്കിയാൽ വരുന്ന നോക്കിയാൽ കണ്ടോ, അവർ ബ്ലൂ ഡ്രസ്സിലിരുന്നു. വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ്, വളരെ അൾട്രാ റിയലിസ്റ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ വരുന്നത്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്തു, അതിനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമ്മൾ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് കുറച്ചുകൂടെ അടിപൊളിയാക്കിയിട്ട് നല്ല നമുക്ക് വേണ്ടുന്ന ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത്. സോ ഇത്രയുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി കവർ ചെയ്യാം. വേറൊരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞുതരാം. ഇപ്പം ഒരു ബേസിക് പ്രോംപ്റ്റ്, ഫസ്റ്റ് പ്രോംപ്റ്റ് ഒരു ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി അറ്റ് നൈറ്റ്. ഒരു സയൻസ് ഫിക്ഷനായിട്ട് കാണുന്ന കുറച്ച് സിനിമകൾ, നമ്മൾ സയൻസ് ഫിക്ഷൻ സിനിമകളൊക്കെ ഇല്ലേ, ഇപ്പോൾ ഇൻട്രസ്റ്റെല്ലാർ പോലെ. അപ്പോൾ അതിൻ്റെ ഒരു വേറൊരു വേൾഡിൽ ഇപ്പോൾ നോർമലായിട്ട് നമ്മൾ പറഞ്ഞ ടൈപ്പ് ചെയ്ത് ഫ്യൂച്ചറിസ്റ്റിക് സിറ്റി അറ്റ് നൈറ്റ്, രാത്രി കാലങ്ങളിൽ ഒരു സയൻസ് ഫിക്ഷൻ സിറ്റി എങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഫോട്ടോ നമുക്ക് ജസ്റ്റ് നമുക്ക് ഈ ഒരു ടൂൾ നമുക്ക് അയച്ചു തന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിതല്ല, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ വേണം. അവിടെ കാറുകൾ വേണം, ആ കാർ എത്രത്തോളം ബെറ്റർ ആയിട്ടിരിക്കണം, നമുക്ക് 8K റെസൊല്യൂഷൻ, നല്ല റെസൊല്യൂഷനുള്ള ഫോട്ടോ വേണം. അപ്പോൾ നമ്മൾ ഈ ഫ്യൂച്ചറിക് സിറ്റി അറ്റ് നൈറ്റ് എന്നുള്ളത് കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുത്ത് പ്രോംപ്റ്റ് ഇടും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ ഇടുന്നത്? ഹൈപ്പർ റിയലിസ്റ്റിക് സൈബർ പങ്ക് സിറ്റി അറ്റ് നൈറ്റ്. ഏറ്റവും ഹൈപ്പർ റിയലിസ്റ്റിക് ആയിരിക്കണം, നല്ല ക്വാളിറ്റി വേണം. ഗ്ലോയിങ് നിയോൺ ലൈറ്റ്സ്, ഗ്ലോയിങ് എന്ന് വെച്ചാൽ നല്ല തിളക്കമുള്ള ലൈറ്റ്സ് ഉണ്ടായിരിക്കണം. പിന്നെ ഫ്ലൈയിങ് കാർസ്, പറക്കുന്ന കാറുകൾ ഉണ്ടായിരിക്കണം. റിഫ്ലക്ഷൻ ഓൺ വെറ്റ് സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ആ കാറുകളുടെ റിഫ്ലക്ഷൻ സ്ട്രീറ്റിലുണ്ടായിരിക്കണം. വെറ്റ് സ്ട്രീറ്റ് എന്നാണ് നനഞ്ഞ സ്ട്രീറ്റിലുണ്ടായിരിക്കണം, റോഡിലുണ്ടായിരിക്കണം. അതേപോലെ തന്നെ സിനിമാറ്റിക് ലൈറ്റിംഗ് ആയിരിക്കണം. ഇതെല്ലാം കോമയിലാണ് കൊടുക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നേ ഉള്ളൂ അല്ലേ, എളുപ്പമല്ലേ. അല്ല ജസ്റ്റ് അഡ്വാൻസ് ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ ഡീറ്റെയിൽഡ് ബിൽഡിംഗ് ഉണ്ടായിരിക്കണം, കോൺസെപ്റ്റ് ആർട്ട് സ്റ്റൈലായിരിക്കണം. അതേപോലെ തന്നെ 8K റെസൊല്യൂഷൻ ആയിരിക്കും, എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റി ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നോക്കി, കാറിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കി. പക്ഷേ ഇതിനകത്ത് ഫ്ലൈയിങ് കാർ എന്നാണ് പറയുന്നത്. അത് പക്ഷേ നമ്മൾ പിന്നീട് സെപ്പറേറ്റ് രണ്ടാമത് മെൻഷൻ ചെയ്യുമ്പോൾ ഫ്ലൈയിങ് കാർ, ആഡ് ഫ്ലൈയിങ് കാർ, അപ്പോൾ അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രോംപ്റ്റ് കുറച്ചുകൂടെ ബെറ്റർ ആവും. സോ ഇങ്ങനെയാണ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പറയുന്നത്. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കോമയായിട്ട് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി. ഓക്കെ,
ഇനി വേറൊരു കാര്യമുണ്ട്, ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിനകത്ത് പ്രോംപ്റ്റുകൾ നമുക്ക് കുറച്ച് എളുപ്പത്തിൽ കിട്ടാനുള്ള ടെക്നിക്സ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. എല്ലാ ഐഡിയാസും പറഞ്ഞുതരാം. മെയിനായിട്ടുള്ള AI ടൂൾസാണ് നമ്മൾ ഇനിയും വരുന്നത്. ഒന്ന് ChatGPT, രണ്ട് ഗ്രോക്ക് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത്. പിന്നെ ഡീപ് സീക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ചില പാർട്ടുകളിൽ മാത്രം ചില പ്രീമിയം വെർഷൻ ഉണ്ട്. ChatGPT എന്ന് പറയുന്നത് നമുക്ക് ഇമേജ് ഇപ്പോഴത്തെ അപ്ഡേഷൻ ഉണ്ട്, പക്ഷേ അതിനകത്ത് ഇമേജ് ജനറേഷൻ ഇപ്പം ഒരു പരിധി വരെ ഒരു പേയ്മെൻറ്റ് ഈടാക്കുന്നുണ്ട്, $20 മന്ത്ലി അടയ്ക്കണം. പക്ഷേ വേറെ കുറച്ച് ടൂൾസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സോ നെക്സ്റ്റ് എക്സസൈസ് തൊട്ട് ഡീറ്റെയിൽഡ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ AI ടൂൾസിൽ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ടൈപ്പ് ഓഫ് പ്രോംപ്റ്റ് ഫോർ ഡിസൈനേഴ്സ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കാം. അപ്പം ഏതൊക്കെ കുറേ ടൈപ്പ് ഓഫ് പ്രോംപ്റ്റ് ഉണ്ട് നമുക്കൊരു ഡിസൈനേഴ്സിന് ആവശ്യമുള്ളത്. ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യത്തെപ്പറ്റി വിവരിക്കുക, നമുക്കിപ്പോൾ എന്താണോ വേണ്ടത് അതിനെപ്പറ്റി വിവരിക്കുന്ന ടൈപ്പ് ഓഫ്, അതിനകത്ത് ഒരു ക്ലിയർ ഡിസ്ക്രിപ്ഷൻ അതിന് വേണ്ടി കൊടുക്കണം, നല്ല ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കണം. എക്സാമ്പിളായിട്ട് എ ഹാൻഡ് ഡ്രോൺ സ്കെച്ച് ഓഫ് എ മോഡേൺ ഹൗസ് വിത്ത് എ ഗാർഡൻ, വിത്ത് എ ഗാർഡൻ, ഒരു കൈകൊണ്ട് വരച്ച ഒരു ഫോട്ടോ വേണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോഡേൺ ഹൗസ് അവിടെ മോഡേൺ ഹൗസ് ഒരു ഗാർഡന് നടുക്കായിട്ടിരിക്കുന്നു. ഇതെന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതിനാണ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ. രണ്ട് സ്റ്റൈൽ ബേസ്ഡ് പ്രോംപ്റ്റ് എന്ന് വെച്ചാൽ ഡിഫൈൻ ആർട്ടിസ്റ്റിക് സ്റ്റൈൽ, നമുക്ക് ഏതാണോ സ്റ്റൈൽ വേണ്ടുന്നത് അതും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ അതെല്ലാം നമുക്ക് ആഡ് ചെയ്യും, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഇല്യൂസ്ട്രേഷൻ ഇൻ ദ സ്റ്റൈൽ ഓഫ് പിക്കാസോ എന്ന് വെച്ചാൽ നമുക്കൊരു ഫോട്ടോ വേണം, അത് പിക്കാസോയുടെ സ്റ്റൈലിലുള്ള ഒരു ഇല്യൂസ്ട്രേഷൻ ആയിരിക്കണം, അതിന് ബ്രൈറ്റ് കളേഴ്സ് ആയിരിക്കണം, അബ്സ്ട്രാക്റ്റ് ആയിരിക്കണം, അതിൻ്റെ അതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വേണം. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പോസിഷൻ പ്രോംപ്റ്റ്സ്. കോമ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? കോമ്പോസിഷൻ എന്ന് വെച്ചാൽ നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് എലമെൻസിനെ ചേർത്ത് വെച്ചിട്ടാണ് ഒരു പോസ്റ്റർ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, അതിനാണ് കോമ്പോസിഷൻ. ആ ചേർത്ത് വെക്കുന്ന പ്രോസസ്സാണ് കോമ്പോസിഷൻ. നിങ്ങൾ ആൾറെഡി അതിൻ്റെ പ്രിൻസിപ്പിൾസിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലേഔട്ട്, സ്ട്രക്ചറിങ്ങിന് ആയിരിക്കണം, 1080x1080 ആയിരിക്കണം, അതിൻ്റെ സൈസ്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പ്രോംപ്റ്റിൽ പറഞ്ഞു കൊടുക്കുന്നതിനാണ് കോമ്പോസിഷൻ ടൈപ്പ് ഓഫ് പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് പോസ്റ്റർ ഡിസൈനിങ് വരുന്നുണ്ട്, ടൈപ്പോഗ്രഫി വരുന്നുണ്ട്. നമ്മൾ ഇന്ന ടെക്സ്റ്റുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇന്ന ടെക്സ്റ്റുകൾ ഇന്ന ടൈപ്പ് ഫോണ്ടിൽ ഇന്ന രീതിയിലായിരിക്കണം എനിക്ക് പോസ്റ്റർ വേണ്ടത്, അങ്ങനെ പറഞ്ഞു കൊടുക്കും, അതിനനുസരിച്ചുള്ള ഡിസൈൻസ്. സോ ടൈപ്പ് ഓഫ് പ്രോംപ്റ്റ് ഡിസൈൻസ്, ഇതൊക്കെ തിയറി പാർട്ടാണ്. ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൂർണ്ണ ഐഡിയ കിട്ടുന്നുള്ളൂ. സോ ഇത്രയും പാർട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും വരുന്നത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാർട്ടാണ്, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്യുന്നുണ്ട്. നല്ല രസമായിരിക്കും മുന്നോട്ട് പോകും. ഒരു സ്റ്റോറി വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് സെക്ഷൻസ്, അതിൻ്റെ പ്രീമിയറിനകത്ത് വീഡിയോ എഡിറ്റിംഗ് വരുന്നുണ്ട്, ഫോട്ടോഷോപ്പ് ഡിസൈനിങ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാം ചേർന്ന് ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള എക്സസൈസുകളാണ് ഇനിയും പോകുന്നത്. സോ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക, ഒരു അടിപൊളി എക്സസൈസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം.